ദിൽജ ക്രിയേഷൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. മീശ പുലിമലയിലാണ് നമ്മൾ ഇന്ന് ട്രിപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫ്രണ്ട്സുമായിട്ട് നമ്മൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വന്നിട്ടുള്ള ട്രിപ്പിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള സവിശേഷതകളും എന്താണ് ഇതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. നമുക്ക് എൻ്റെ എക്സ്പീരിയൻസ് എനിക്കറിയാം, അതിനുപരി നമുക്ക് ഫ്രണ്ട്സിന് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം. വെൽക്കം ടു മുബാറക്. വരൂ, നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ? പുലിമലയിലാണ് നമ്മൾ വന്നത്. ഇത്രയധികം അമേസിങ് ആയ കാഴ്ചകൾ നമുക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ നല്ലൊരു ഓഫ് റോഡാണ് നമ്മൾ വന്നത്. ലൈഫിൽ ഇതുവരെ ഉണ്ടാവാത്ത ഒരു ഓഫ് റോഡ് യാത്രയായിരുന്നു നമുക്ക് ഉണ്ടായത്. പിന്നെ ഇവിടെ നമ്മൾ മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഏറ്റവും എന്താ പറയുക, ഇത്രയും അമേസിങ് ആയ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മൾ മുബാറക്ക് പറഞ്ഞ അഭിപ്രായം, അവൻ്റെ കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, അവൻ്റെ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഫ്രണ്ട് ഷുഹൈബിനെ ക്ഷണിക്കാം. അവൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, എങ്ങനെയാണ് അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, വെൽക്കം ടു ഷുഹൈബ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ട്രക്കിങ്? അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോ. സൂപ്പർ സാധനം, അഡ്വഞ്ചറസ്. അതിന്റെ കാര്യമൊന്നും പറയാനില്ല. പൈസ കൊടുക്കണതിന് മുതലാണ്. കുറച്ച് കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ 2500 രൂപയാണല്ലോ നമ്മൾ ഇതിന് ട്രക്കിങ്ങിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിന് വെർത്താണോ അതോ അതിലും കൂടുതൽ കൊടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ചങ്ങായിക്ക് ഡ്രൈവ് ചങ്ങായിക്ക് 500 രൂപ കൂടുതൽ ചളക്കപ്പളക്ക ഡ്രൈവിംഗ് ആയിരുന്നു. കാലം മട്ടിട്ട് പറയണ്ട മക്കളെ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ട്രക്കിങ്. നമ്മുടെ ട്രക്കിങ്ങിൻ്റെ 1ാമത്തെ ദിവസമാണ്. ഷൂട്ടുകൾ കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ നമ്മുടെ വ്ളോഗിൽ വരുന്നതായിരിക്കും. നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് അത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അഷ്റഫ് കണ്ടില്ലേ? അഷ്റഫ്, അതുപോലെ തന്നെ ഹസീബ്, ഇതാണ് മുബാറക്. പെർഫെക്റ്റ്. ഷൂഷു കമോൺ, ഇങ്ങോട്ട് നോക്കൂ. ഷൂഷു ഒരു ഹായ് പറയൂ എന്റെ വ്ളോഗിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ ഒരു ഹായ് പറയൂ. അപ്പൊ ഇതാണ് നമ്മുടെ കുലുക്കുമല. കുലുക്കുമലയെ നമ്മുടെ വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കുറച്ചധികം ഷെയ്ക്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. അത് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അജാതി നല്ലൊരു റോഡുകളാണ് ഇവിടെ. ഇത്രയും നല്ല റോഡുകൾ നമുക്ക് വളരെ വളരെ അപൂർവമായിരിക്കും കാണാൻ പറ്റുക. നമുക്ക് ഈ ഒരു ട്രിപ്പിനെ കുറിച്ചിട്ട് മുബാറക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ താങ്കൾ, പറയൂ. റൈഡ് നമ്മുടെ ലൈഫിലെ അപൂർവം ഉണ്ടാവുള്ളൂ, എപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ പറയാനുള്ള പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോ വെള്ളം കൊടുന്നോളൂ, ഫ്രൂട്ടി കൊടുന്നോളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിലും കൊടുന്നോളൂ. പക്ഷേ പറയാൻ സമ്മതിക്കുന്നില്ല, അത്രയും വലിയ ഓഫ് റോഡാണ്. പക്ഷേ പ്ലാസ്റ്റിക് കവറ്, പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഒന്നും നമ്മൾ ഉപേക്ഷിക്കരുത്. ഓക്കെ, അപ്പൊ വളരെ അധികം ശ്രദ്ധിക്കുക, കെയർ ചെയ്യുക. അതാണ് നമ്മളോട് പറയാനുള്ളത്. ഓക്കെ, എൻജോയ്. അപ്പൊ എന്ന് പറഞ്ഞത് മുബാറക്ക് എവിടെ പോയി വന്നാലും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഹായ് പറയും. ഹലോ, അതല്ലേ ഇത്രയും പറയൂ അഷ്റഫ്, നമുക്ക് എന്താണ് ഇതിനെ കുറിച്ച്, ഈ ഒരു ട്രക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? പറയൂ. സാഹസപ്പെട്ടിട്ടാണ് ടീച്ചർക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ മനസ്സിനെ നിങ്ങൾ കാണാതെ പോകരുത്. ഫോണൊക്കെ തെറിച്ചു പോയതുകൊണ്ട് തന്നെ അത് വിഷയമായിരുന്നു. ആകെ സീനാണ് മക്കളെ. ഫോണൊക്കെ തെറിച്ച് പോണ അവസ്ഥയാണ്. കയ്യിൽ നിന്ന് നേരെ വീഴാൻ പോയി. അത്രയും സീനാണ്. ഇതാണ് നമ്മുടെ കുലുക്കുമലയിലത്തെ നമ്മുടെ വ്യൂസ്. കണ്ടില്ലേ? ഓ, മുബാറക്ക് പറയുന്നത് കുലുക്കുമലയിൽ വന്നിട്ട് ഒരു കുലുക്ക് സർബത്ത് പോലും കിട്ടിയില്ല എന്നാണ്. പക്ഷെ അതിന് പകരം 2 കുപ്പിവെള്ളം കൊടുത്തിട്ടുണ്ട്. ആ കുപ്പിവെള്ളം കഴിഞ്ഞു. എല്ലാരും